നമസ്കാരം. കേരള വികസനത്തിൽ ഏറ്റവും മുന്നിലുള്ള പദ്ധതികളിൽ ഒന്നായി സർക്കാർ ഉയർത്തിക്കാട്ടിയിരുന്ന ദേശീയപാത വികസനം ഇപ്പോൾ വിവാദങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ്. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിൽ മറ്റു ജീവഹാനികൾ ഉണ്ടാകാത്തത് ഒരു വലിയ ഭാഗ്യമായി തന്നെ കരുതാം. പാത നിർമ്മാണത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് ദേശീയപാത അതോറിറ്റി തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ വിവാദങ്ങളും പോരാട്ടങ്ങളും ഇതിനു പിന്നാലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം തന്നെ പൂർത്തിയാകുന്ന തരത്തിൽ പാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കൂരിയാട് ഉൾപ്പെടെ തകർന്ന ഭാഗങ്ങളിൽ പുനർനിർമ്മാണം പൂർത്തിയാക്കുവാൻ കുറഞ്ഞത് 1.5 വർഷമെങ്കിലും എടുക്കുമെന്നാണ് വിലയിരുത്തൽ. മൊത്തത്തിലുള്ള ദേശീയപാത വികസനം നോക്കിയാൽ ഏറ്റവും മന്ദഗതി തെക്കൻ ജില്ലകളിലാണ്. തെക്കൻ ജില്ലകളിൽ പല റീച്ചുകളും 65% താഴെയാണ് നിർമ്മാണ പുരോഗതി. ഇപ്പോൾ അപകടം നടന്ന കൂരിയാട് ഉൾപ്പെട്ട രാമനാട്ടുകര വളാഞ്ചേരി റീച്ച് ഈ ജൂൺ മാസത്തിൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുവാൻ തീരുമാനിച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെ തൂണുകളിൽ പാലം നിർമ്മിച്ച് ഗതാഗത യോഗ്യമാക്കുവാൻ തന്നെ 1 വർഷത്തിൽ കൂടുതൽ സമയമെടുക്കും. അതുമാത്രമല്ല, കൂരിയാടുണ്ടായ ദുരന്ത പശ്ചാത്തലത്തിൽ മറ്റെല്ലാ റീച്ചുകളിലും പല മാറ്റങ്ങളും വരുവാനും സാധ്യതയുണ്ട്. ചെലവ് കുറയ്ക്കുവാനായി പലയിടത്തും വയഡക്റ്റ് മാതൃകയിലുള്ള നിർമ്മാണം ഒഴിവാക്കിയാണ് ദേശീയപാത നിർമ്മാണം നടത്തി വന്നിരുന്നത്. പാത നിർമ്മാണം നടക്കുന്ന മറ്റെല്ലായിടങ്ങളിലും നിർമ്മാണത്തിലെ അശാസ്ത്രീയത കൊണ്ടുള്ള തകർച്ചകളും വിള്ളലുകളും അങ്ങിങ്ങായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. നേരത്തെ 6 റീച്ചുകൾ പൂർത്തിയായിരുന്നു. ഈ മാസത്തിൽ 4 റീച്ചുകൾ കൂടി പൂർത്തിയാക്കുവാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. വടക്കൻ ജില്ലകളിലെ റീച്ചുകളിൽ 90%-ലധികം പണികൾ പൂർത്തിയായിരുന്നു. പക്ഷേ പലയിടത്തും മഴ തുടങ്ങിയതോടെ തകർച്ചകൾ ഉണ്ടാകുവാൻ തുടങ്ങി. കൂരിയാട് തകർന്ന ഭാഗത്ത് പ്രധാന റോഡും സർവീസ് റോഡും കിലോമീറ്ററുകളോളം വീണ്ടും പണിയേണ്ടി വരും. കേരളത്തിലെ ഭൂപ്രകൃതിക്കനുസരിച്ച് മണ്ണ് പരിശോധന നടത്താതെയുള്ള നിർമ്മാണ രീതിയാണ് പ്രധാനമായും ഈ തകർച്ചകൾക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇപ്പോൾ പൂർത്തിയായ റീച്ചുകൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ പള്ളിക്കര നീലേശ്വരം, തലശ്ശേരി മാഹി, പാലൊളിപ്പാലം മൂരാട്, കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ, മുക്കോല കഴക്കൂട്ടം, മുക്കോല കാരോട് എന്നിവിടങ്ങളാണ്. ഈ മാസം പൂർത്തിയാക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന റീച്ചുകൾ നോക്കിയാൽ അത് 90%-ലധികം പണികൾ പൂർത്തിയായ തലപ്പാടി ചെങ്കള, കോഴിക്കോട് ബൈപ്പാസ്, രാമനാട്ടുകര വളാഞ്ചേരി കാപ്പിരിക്കാട് എന്നിവയാണ്. ഇനി മറ്റു റീച്ചുകളുടെ നിർമ്മാണ പുരോഗതി എത്രയായി എന്ന് നോക്കാം. ചെങ്കള നീലേശ്വരം 75% പൂർത്തിയായിട്ടുണ്ട്. നീലേശ്വരം തളിപ്പറമ്പ് 78%, തളിപ്പറമ്പ് മുഴുപ്പിലങ്ങാട് 75%, അഴിയൂർ വെങ്കളം 65%, കാപ്പിരിക്കാട് തളിക്കുളം 75%, തളിക്കുളം കൊടുങ്ങല്ലൂർ 65%, കൊടുങ്ങല്ലൂർ ഇടപ്പള്ളി 60%, തുറവൂർ പറവൂർ 38%, പറവൂർ കൊറ്റംകുളങ്ങര 60%, കൊറ്റംകുളങ്ങര കൊല്ലം 68%, കൊല്ലം കടമ്പാട്ടുകോണം 72%, കടമ്പാട്ടുകോണം കഴക്കൂട്ടം 45%, അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ 55% എന്നിങ്ങനെയാണ് ഇപ്പോഴുള്ള ദേശീയപാതയിലെ മറ്റു റീച്ചുകളുടെ നിർമ്മാണ പുരോഗതി. ഈ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദേശീയപാത വികസനം മിക്കവാറും 2027-ലാകും പൂർത്തിയാകുക എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്ന മുറയ്ക്ക് പുതിയ വീഡിയോകളും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുതേ.